പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ച മോദിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരണവും പോസ്റ്റുമായി സന്ദീപ് വാര്യർ രംഗത്ത്. യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അതിനുവേണ്ടി മധ്യസ്ഥനായി ഒരു അമേരിക്കക്കാരൻ വന്നതിലൂടെ മോദി ഇന്ത്യൻ ജനതയെ ഒന്നാകെ വഞ്ചിച്ചിരിക്കുകയാണെന്നും തീരുമാനം അംഗീകരിക്കുവാൻ കഴിയുന്നില്ലെന്നും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. രാജ്യത്തെയും രാജ്യത്തെ പൗരന്മാരെയും പ്രധാനമന്ത്രി താങ്കൾ വഞ്ചിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്താൻ പ്രഖ്യാപിക്കുന്ന അത്യപൂർവമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ സൈന്യം ആർജിച്ചെടുത്ത എല്ലാ മുന്നേറ്റങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രധാനമന്ത്രി മോദി താങ്കൾ അട്ടിമറിച്ചിരിക്കുന്നു. ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാഭിമാനം, നമ്മുടെ പൗരന്മാരുടെ നഷ്ടപ്പെട്ട ജീവനും സ്വത്തിനും ഉത്തരവാദികളായ ശത്രുവിനെ പാഠം പഠിപ്പിക്കൽ, ഇത് അത്യാവശ്യമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് കണ്ണുരുട്ടിയപ്പോഴേക്കും പാതി വഴിയിൽ വെടിനിർത്തലിന് താങ്കൾ തയ്യാറായപ്പോൾ ഈ നാടിൻ്റെ ആത്മാഭിമാനത്തെയാണ് നരേന്ദ്രമോദി താങ്കൾ മുറിവേൽപ്പിച്ചത്. ഇതിനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ പടപ്പുറപ്പാടും കണ്ണുരുട്ടലും വാചകമടിയുമൊക്കെ? ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ നാണം കെട്ട വെടിനിർത്തൽ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരായി താങ്കളുടെ സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകിയതുമാണ്. 140 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി താങ്കളുടെ പിന്നിൽ അണിനിരന്നതുമാണ്. രാജ്യ താൽപ്പര്യം ഉയർത്തിപ്പിടിച്ച് മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് കാത്തുസൂക്ഷിച്ച് പാകിസ്ഥാൻ ഭീകരവാദത്തിന് ഒരു അവസാനമുണ്ടാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു. അതിനായി എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറുമായിരുന്നു. രാജ്യത്തെ യുവാക്കൾ സ്വമേധയാ രാജ്യത്തിന് വേണ്ടി ജീവൻ വരെ നൽകാൻ തയ്യാറുമായിരുന്നു. അതിർത്തിയിലേക്ക് പോകുന്ന ജവാന്മാരുടെ അമ്മമാർ ആരതി ഒഴിഞ്ഞ് യാത്ര നൽകി. പഹൽഗാമിൽ കൊല്ലപ്പെട്ട നിർദോഷികളായവരുടെ ജീവന് പ്രതികാരം ചെയ്യുവാൻ ഓരോ പൗരന്റെയും രക്തം തുടിച്ചിരുന്നു. ഇതൊക്കെയാണ് മോദി താങ്കൾ നഷ്ടപ്പെടുത്തിയത്. ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാലും നമുക്ക് നഷ്ടമായത് തിരികെ കിട്ടുകയുമില്ല. പകരം മേലിൽ ഇതിന് തയ്യാറാവരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ വേണമായിരുന്നു.